ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരട്ടെ. ഈശോ ഒരിക്കല് മർത്തായുടെ മറിയത്തിന് വീട്ടിൽ ചെല്ലുന്നു. മർത്ത വളരെ ശുഷ്കാന്തിയോടുകൂടി ശുശ്രൂഷ ചെയ്യാണ്. ഈശോയ്ക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ പോവുകയാണ്. മറിയാണ് ഈശോയുടെ അടുത്ത് പോയിരുന്ന് ഈശോ എന്താ പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സഹോദരിമാർ രണ്ട് റോൾ എടുക്കുകയാണ്. അവസാനം ഈശോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിപ്രകാരമാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനം. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈശോയ്ക്ക് വേണ്ടി കിടന്ന് പണിയുന്ന മർത്ത, ഈശോയുടെ അടുത്ത് കുത്തിയിരിക്കുന്ന മറിയം, എന്നിട്ടും ചത്ത് പണിയെടുക്കുന്ന മർത്തേനെ ഒരു പരിധിവരെ ഇച്ചിരി മാറ്റി വെച്ചിട്ട് മറിയ നല്ല ഭാഗം എടുത്തു എന്ന് പറയുക. വിശുദ്ധ കൊച്ചലേസ പറയുക, ഈ മർത്തായുടെയും മറിയത്തിൻ്റെ ഒക്കെ റോള് നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറയുക. അവൾ പറയുന്നുണ്ട്, മറിയ എന്തുകൊണ്ടാണ് നല്ല പങ്ക് തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയാണ്, അത് സ്നേഹത്തിൻ്റെ ഒരു പങ്കാണ്. സ്നേഹത്തിൽ ഈശോയുടെ ഒപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചതെന്ന ആള്. അതിൻ്റെ ഒരു ബേസിലാണ് അവൾ പറയുക. സ്നേഹത്തിൻ്റെ പ്രവാചിയൊക്കെ ആയിട്ട് മാറിക്കൊണ്ട് തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായിരിക്കും എന്നൊക്കെ പറയുക. ഈശോയുടെ അടുത്തിരുന്ന് സ്നേഹം അനുഭവിച്ച് പങ്കുവയ്ക്കുക. പ്രവർത്തനങ്ങളെ കുറച്ച് കാണിക്കുന്നതല്ല, പ്രവർത്തനങ്ങൾ പോലും ഈ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലൂടെ ചെയ്ത് അതിനെ മാറ്റിമറിക്കുന്നതിനെ കുറിച്ചാണ് പുണ്യവതി പറഞ്ഞു തരിക. നിൻ്റെ സ്നേഹം അത് എല്ലാ പ്രവർത്തനങ്ങളിലേക്കും വരട്ടെ. സ്നേഹം അഭിഷേകമായിട്ട് പെയ്തിറങ്ങുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ക്വാണ്ടിറ്റിയിലേക്കല്ല, ക്വാളിറ്റിയാണ് ഉയർന്നു വരിക. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയാണ്. അത് അനുഭവിക്കാൻ, അത് പങ്കുവയ്ക്കാൻ, സ്നേഹത്തിൽ ആഴപ്പെടാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയിലേക്ക് നിന്റെ സ്നേഹത്തിൻ്റെ മുദ്ര പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ ചാലിച്ച് ചെയ്യിക്കുവാൻ അഭിഷേകം ഈ വ്യക്തിക്ക് നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.